അത് സംബന്ധിച്ച ഉത്തരവ് കൃത്യമായി ലഭിച്ചോ എന്ന് നമുക്ക് ഇപ്പോഴും വ്യക്തതയില്ല. ചീഫ് വൈൽഡ് ലൈഫ് മയക്കുവെടി വെക്കുമെന്ന തീരുമാനമായിട്ടുണ്ട്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞോ എന്ന് അറിയില്ല. എന്തായാലും ഓപ്പറേഷൻ അല്പസമയത്തിനകം തുടങ്ങും. ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത് വിക്രമാണ്. കുങ്കിയാനകളിൽ നിരവധി ഇത്തരം ഓപ്പറേഷനുകളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് വിക്രം. സുൽത്താൻ ബത്തേരിക്കടുത്ത് വടക്കനാട് ഗ്രാമത്തെ ഏറെക്കാലം വിറപ്പിച്ച ആനയായിരുന്നു. അതിനുശേഷമാണ് വനം വകുപ്പ് പിടികൂടി ട്രെയിൻ ചെയ്ത് കുങ്കിയാനയാക്കി മാറ്റിയത്. അതിനുശേഷം സമാനമായ നിരവധി ഓപ്പറേഷനുകളിൽ വനം വകുപ്പിൻ്റെ മിഷനുകളിലൊക്കെ പങ്കെടുത്ത ആളാണ് വിക്രം. നിരവധി ഇത്തരത്തിൽ മയക്കുവെടി വെച്ച് ആനയെ ലോറിയിൽ കയറ്റുന്നതിനടക്കം പ്രത്യേക വൈദഗ്ധ്യം നേടിയ ആനയാണ് വിക്രം. തൊട്ടപ്പുറത്ത് തന്നെ സൂര്യയുണ്ട്. സൂര്യയും ഇത്തരം ഓപ്പറേഷനുകളിൽ പങ്കെടുത്ത ആനയാണ്. വളരെ ചെറുപ്പം മുതൽ തന്നെ വനം വകുപ്പിൻ്റെ എലിഫന്റ് സ്ക്വാഡിലെ അംഗമാണ്. അല്പസമയത്തിനകം കോന്നി സുരേന്ദ്രൻ എന്നറിയപ്പെടുന്ന കുങ്കിയാന സുരേന്ദ്രൻ കൂടി ഇങ്ങോട്ട് എത്തുന്നുണ്ട്. ഈ രണ്ട് ആനകളെയും ഇപ്പോൾ ഫോറസ്റ്റ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൻ്റെ മുറ്റത്താണ് തളച്ചിരിക്കുന്നത്. നിർദ്ദേശം കിട്ടിയാൽ ഉടൻ മിഷനായി ഈ ആനകൾ പുറപ്പെടും. സുരേന്ദ്രൻ കൂടി എത്തേണ്ടതുണ്ട്. കാരണം നമ്മൾ ഇത്തരം ഓപ്പറേഷനുകളിലെല്ലാം കണ്ടിട്ടുള്ളത് രണ്ട് ആനകൾ സൈഡിലും ഒരാന പുറകിലും നിന്നാണ് മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ ഈ കാട്ടാനയെ അല്ലെങ്കിൽ ഇത്തരത്തിൽ മയക്കുവെടി കൊള്ളുന്ന ആനയെ ലോറിയിലേക്ക് കയറ്റാൻ 3 കുങ്കിയാനകളുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ കൂടി എത്തിയതിന് ശേഷമായിരിക്കും ഈ മിഷൻ തുടങ്ങുക. എന്തായാലും സുരേന്ദ്രനും മുത്തങ്ങയിൽ നിന്ന് പുറപ്പെട്ടു എന്നാണ് അറിയുന്നത്. ഈ രണ്ട് ആനകളെയും 10 മണിക്ക് ശേഷമാണ് മുത്തങ്ങയിൽ നിന്ന് ലോറിയിൽ കയറ്റി മാനന്തവാടിയിലേക്ക് എത്തിച്ചത്. ഫോറസ്റ്റ് IBയുടെ മുറ്റത്താണ് ഇപ്പോൾ ഉള്ളത്. ഇതിലേക്കാണ് രാവിലെ നമ്മുടെ കാട്ടാന നടന്നു പോയ വഴിയാണ്. ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആന പോയിരുന്നു. നമ്മൾ രാവിലത്തെ ദൃശ്യങ്ങളൊക്കെ പകർത്തിയത് ഈ IBക്ക് അടുത്തുള്ള കോടതി മുറ്റത്ത് നിന്നൊക്കെയാണ്. എന്തായാലും ഇപ്പോൾ കുങ്കിയാനകൾ വയനാടിന് ഒരു കാലത്ത് വിറപ്പിച്ചിരുന്ന വിക്രം ഇപ്പോൾ അനുസരണയുള്ള കുട്ടിയായി വയനാടിനെ സഹായിക്കാൻ വേണ്ടി അവിടേക്ക്